ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്ന പേപ്പറിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻറ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ടൂറിസം എന്ന ഭാഗമാണ്. നമ്മുടെ ടൂറിസത്തിൻ്റെ അതിൻ്റെ മെയിൻ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പോണൻസ് ആയിട്ട് ഫസ്റ്റ്ലി പറയുന്നത് മൂന്നെണ്ണമാണ്. ആക്സസിബിലിറ്റി, അക്കമഡേഷൻ ആൻഡ് അട്രാക്ഷൻ. ഓരോന്നും വിശദീകരിച്ച് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് എക്സ്ട്രോണിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസം, ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർനാഷണൽ ടൂറിസം എന്താണെന്നുള്ളതും ഡൊമസ്റ്റിക് ടൂറിസം എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ മെയിൻ കമ്പോണൻസും അതിൻ്റെ എന്തൊക്കെയാണ് മെയിൻ എലമെൻറ്റ്സും. അപ്പോൾ നമ്മൾ ആക്സസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ആക്സസിബിലിറ്റി മീൻസ് reachability to the place of destination through various means of transportation. Transportation should be regular, comfortable, economical and safe. Today, there are various means of transportation like airline, railways, surface, road transportation and water transportation. The transportation should be there for all kinds of tourists and destination. അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയാണ്. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ആക്സസിബിലിറ്റി. അവിടേക്ക് നമ്മൾക്ക് എങ്ങനെ എത്താനായിട്ട് സാധിക്കും, ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള കണ്ടീഷൻസ്, അതിൻ്റെ സേഫ്, സുരക്ഷ, അതുപോലെ തന്നെ നമ്മൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത്, അത് റെഗുലർ ബേസിൽ നമ്മൾക്ക് ലഭിക്കാനുണ്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഏത് രീതിയിൽ പോകുമ്പോഴാണ് നമ്മളുടെ യാത്രയെ നമ്മൾക്ക് ആനന്ദകരമാക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ എക്കണോമിക്കലി നമ്മൾക്ക് സ്യൂട്ടബിൾ ആകുന്നത്, അതിൻ്റെ സുരക്ഷ എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. റെയിൽവേ, റോഡ് മാർഗം പോവാം, ട്രെയിൻ മാർഗം പോവാം, അല്ലെങ്കിൽ എയർ മാർഗം, എയർപോർട്ട് അല്ലെങ്കിൽ എയർപ്ലെയിൻ, ബോട്ട്, കപ്പൽ മാർഗം അല്ലെങ്കിൽ കടൽ മാർഗം. ഇതെല്ലാമാണ് നമ്മൾക്ക് അറിയാവുന്ന നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അക്കമഡേഷൻ. ഇറ്റ് ഈസ് എ പ്ലേസ് where tourist can find out food and shelter provided he or she is in a fit position to pay for it. There are various types of accommodation from a 7-star deluxe hotel to a normal budget class hotel. യാത്ര പോകുമ്പോൾ രണ്ടാമത്തെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടൂറിസത്തെ അല്ലെങ്കിൽ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് രണ്ടാമത്തെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അക്കമഡേഷനാണ്. യാത്രയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് അക്കമഡേഷൻ. നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും, എവിടെ നിന്ന് നമ്മൾക്ക് നമ്മളുടെ യാത്രയെ ആനന്ദകരമാക്കാൻ നല്ല ഫുഡ് ലഭിക്കും, അത് ഓൺ ദ ബേസിസ് ഓഫ് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ച്, ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് കണ്ടീഷൻ, ടൂറിസ്റ്റിൻ്റെ എക്കണോമിക് കണ്ടീഷന് അനുസൃതമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് യാത്രയിൽ 7-സ്റ്റാർ ഹോട്ടൽ മുതൽ
സാധാരണ ബഡ്ജറ്റഡ് ക്ലാസ് ഹോട്ടൽ വരെ നമുക്ക് ലഭിക്കും. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡ് ലഭിക്കണം, അതല്ലെങ്കിൽ നമ്മൾ സേഫായിരിക്കണം, നമ്മൾക്ക് സുഖകരമായിട്ട് നമ്മൾ എന്താണോ ആ ഹോട്ടൽ എടുത്തുകൊണ്ടുള്ള ഉദ്ദേശ്യം അത് സാധിക്കണം. അപ്പോൾ എന്നീ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ. അപ്പോൾ അക്കോമഡേഷനാണ് രണ്ടാമത്തെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് അട്രാക്ഷൻ ഓർ ലൊക്കേൽ. എന്താണ് അട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് കമ്പോണൻറ്റ്സ് ഓഫ് ടൂറിസം. Attraction means anything that creates a desire in any person to travel in a specific tourist destination or attraction. Attraction means ഒരാൾ യാത്ര ചെയ്യാനായിട്ട് ഒരിടത്തേക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് അദ്ദേഹത്തെ ആകർഷിക്കുന്നതെന്തോ അതാണ് അട്രാക്ഷൻ ഓർ ലൊക്കേൽ. ചിലപ്പോൾ നേച്ചറായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർക്കായിരിക്കാം, സൂ ആയിരിക്കാം, മ്യൂസിയം ആയിരിക്കാം. എന്താണോ അദ്ദേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മളെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഈസ് ആക്സസിബിലിറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ ട്രാൻസ്പോർട്ടേഷൻ. രണ്ടാമത് പറഞ്ഞത് അക്കോമഡേഷനാണ്, മൂന്നാമത് പറഞ്ഞത് അട്രാക്ഷനാണ്. ഇനി ഇതിൻ്റെ മെയിൻ കമ്പോണൻസിനെ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ചെറിയൊരു ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആക്സസിബിലിറ്റി അഥവാ ട്രാൻസ്പോർട്ടേഷനിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എയർ, റെയിൽവേ, റോഡ്, സീ. ഇതാണ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന 4 പ്രധാന മാർഗങ്ങൾ അല്ലേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അക്കോമഡേഷൻ. അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽസ്, മോട്ടൽസ്, ഇൻസ്, ഗസ്റ്റ് ഹോട്ടൽസ്, യൂത്ത് ഹോട്ടൽസ്, റിസോർട്ട്, സർക്യൂട്ട്. അതായത് നമ്മൾ ഹോട്ടലുകൾ ഉപയോഗിക്കാറുണ്ട്, ഹോം സ്റ്റേകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മോട്ടൽസ് ഉപയോഗിക്കാറുണ്ട്, റിസോർട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് അട്രാക്ഷൻ. എന്താണ് അട്രാക്ഷൻ? അട്രാക്ഷൻ ചിലപ്പോൾ സൂ ആയിരിക്കാം, മ്യൂസിയം ആയിരിക്കാം, മോണമെൻറ്റ്സ് ആയിരിക്കാം, ബീച്ചസ് ആയിരിക്കാം, ആർട്ട് ഗാലറീസ് ആയിരിക്കാം, ഹിൽ സ്റ്റേഷൻസ് ആയിരിക്കാം. അതോ നിലവിൽ നമ്മൾ പോകുന്ന യാത്രകളെ നമ്മളുടെ അട്രാക്ഷൻ എന്താണോ അതെല്ലാം തന്നെ ബീച്ച്, കടൽക്കര, അല്ലെങ്കിൽ മ്യൂസിയം, ചരിത്രപ്രധാനമായിട്ടുള്ള ആർട്ട് ഗാലറീസ്, അല്ലെങ്കിൽ സ്മാരകങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാമാണ് അട്രാക്ഷൻ എല്ലാത്തിലും പെടുന്നത്. നെക്സ്റ്റ് ഈസ് നമ്മൾക്ക് എലമെൻറ്റ്സ് ഓഫ് ടൂറിസം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് ടൂറിസം. ഏതൊക്കെ തരത്തിലുള്ള എലമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്? ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട്. പ്ലേസിംഗ് വെതർ, scenic attraction, historical and cultural factors, accessibility, amenities, accommodation, safety and security, guide escort facilities, basic medical facilities, electricity, water, communication system. എന്നതൊക്കെ നല്ലൊരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യാത്രയുടെ സുഖമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എലമെൻറ്റ്സാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട്. There are certain elements of ingredients of tourism. There are several pleasing weather.
എന്താണ് പ്ലീസിങ് വെതർ ഒരു എലമെൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം? നമ്മൾക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാലാവസ്ഥ ഇല്ലെങ്കിൽ ആ യാത്രയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ നല്ല കാലാവസ്ഥയാണ് ഒരു പക്ഷേ ഫൈൻ വെതർ വിത്ത് വാം സൺഷൈൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻ ഓഫ് എനി ടൂറിസ്റ്റ് പ്ലേസ്. അല്ലേ, ഏത് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലും നമ്മളെ ആ യാത്രയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലുള്ള ഫൈൻ വെതർ വിത്ത് വാം സൺഷൈൻ ആയിരിക്കും. ആ ഒരു നേച്ചർ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ഥലത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് സൈനിക് അട്രാക്ഷൻ. എന്താണ്? നോ ഡൗട്ട് സൈനിക് അട്രാക്ഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ടൂറിസം. സീനറി consisting of mountains, lakes, waterfalls, glaciers, forests, deserts is strong forces attracting people to visit them. നമ്മൾക്കറിയാം സീനിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് സീനിക് അട്രാക്ഷൻ തന്നെയാണ്. അഥവാ നമ്മൾക്കറിയാം നേച്ചർ, വാട്ടർഫാൾസ്, മൗണ്ടെയിൻസ്, ലേക്സ്, ഫോറസ്റ്റ്, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒന്ന്. നെക്സ്റ്റ് ഇസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ടൂറിസത്തെ ബാധിക്കുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്? അതെങ്ങനെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇൻട്രസ്റ്റ് എക്സൈസ്ഡ് ട്രമൻഡസ് ഇൻഫ്ലുവൻസ് ഓവർ ട്രാവലേഴ്സ്. Large number of tourists are attracted every year by the great drawing power of Stratford-on-Avon in England because of its association with Shakespeare, or the city of Agra in India because of its famous Leaning Tower. Large number of Americans and Canadians visit London because of historical and cultural attraction. യാത്ര അത് നാച്ചുറിൻ്റെ ഭംഗി കൊണ്ട് മാത്രമായിട്ട് അല്ല, പലരും പല രീതിയിലാണ് യാത്ര എടുക്കുന്നത്. പലർക്കും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യാനാണ് താല്പര്യം, ചിലർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് യാത്ര ചെയ്യുന്നവർ കൂടുതലായിട്ടും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്മാരകങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അവരുടെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സും ടൂറിസത്തെ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ യാത്രകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ താജ്മഹൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വെരി ഹിസ്റ്റോറിക്കൽ. ആഗ്രയിലോട്ട് അവിടെയുള്ള ആഗ്ര ഫോർട്ടും അതുപോലെ തന്നെ താജ്മഹലൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ആക്സസിബിലിറ്റി. Accessibility is another important fact of tourism. There should be accessibility for each and every location of tourism attraction. ടൂറിസം അട്രാക്ഷൻ പ്ലേസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസിലോട്ട്, ഏത് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയാലും അത് ആളുകൾ സെലക്ട് ചെയ്യുന്നത് അവിടേക്ക് എത്താനുള്ള ആക്സസിബിലിറ്റിയെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും. എങ്ങനെ നമ്മൾക്ക് അവിടെ എത്താൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ആക്സസിബിലിറ്റി പറയുന്നത്. അപ്പം മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ടൂറിസം എന്ന് പറയുന്നത് അട്രാക്ഷനാണ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റിയാണ്. നെക്സ്റ്റ് ഈസ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് മീൻസ് facilities are very essential for any tourist center. There are considered necessary aid to the tourist center for
സീസൈഡ് ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ലൈക്ക് സ്വിമ്മിങ്, ബോട്ടിംഗ്. നമ്മൾക്കറിയാം നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ബീച്ചിലോട്ട് പോകാനായിട്ട് കൂടുതൽ ആളുകളും ഏതെങ്കിലും ഒരു ബീച്ച് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് നീന്തി കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ ആ ബീച്ചിൽ ആരെയും കടലിലേക്ക് ഇറക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ബീച്ച് സെലക്ട് ചെയ്യാറില്ല. കാരണം ബീച്ചിലോട്ട് പോകുന്നത് അവിടെ കടലിൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട ബോട്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സർഫിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള അമ്യൂണിറ്റീസ്, അവിടെയുള്ള സൗകര്യങ്ങൾ, ഏതൊരു പ്ലേസിലോട്ടാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തുള്ള നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നതും ഒരു ടൂറിസത്തെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് അക്കോമഡേഷൻ. The need and necessity of accommodation cannot be ignored in tourist destination. Accommodation plays a vital role in the field. Many changes have taken place in accommodation recently. New types of accommodations, particularly holiday villages, apartment houses, camping and crown sites. നമുക്കറിയാം അക്കോമഡേഷനെ ഒഴിവാക്കിക്കൊണ്ട് ടൂറിസത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക് നിൽക്കാനുള്ള സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ഭക്ഷണം, നല്ല രീതിയിൽ കിട്ടുന്ന ഭക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് ടൂറിസത്തെ നമ്മൾക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടൂറിസത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടുള്ളതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോമഡേഷൻ ഏത് രീതിയിൽ നമ്മൾക്ക് ലഭിക്കുന്നു ആ രീതിയിൽ ആ രാജ്യത്തെ ടൂറിസം വളർന്നുകൊണ്ടിരിക്കും. നിലവിൽ പുതുതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഹോം സ്റ്റേയും വില്ലേജസും അതുപോലെ തന്നെ നാച്ചുറലി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും നമ്മൾ അക്കോമഡേഷൻ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് പോയിന്റ് ഇസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എന്തെല്ലാം നമ്മളൊരു ഡെസ്റ്റിനേഷൻ സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ ഏത് ഫാക്ടറിലും വെച്ച് നോക്കുമ്പോൾ ആ ഒരു യാത്രയിൽ നമ്മൾക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആർ റിച്ചർ ടു പ്രൊവൈഡിങ് ക്വാളിറ്റി ഇൻ ടൂറിസം മോർ ദാൻ എനി അതർ എക്കണോമിക് ആക്ടിവിറ്റി. ഏത് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയേക്കാളും ഏറ്റവും വലുത് ആ യാത്രയിൽ നമ്മൾക്ക് കിട്ടുന്ന സെക്യൂരിറ്റിയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ റീസൺസ്. The success or failure of tourism destination depends on being able to provide safe and secure. ഒരു ടൂറിസം പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, നമ്മൾ പറയുന്ന ആ ഒരു അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവിടേക്ക് യാത്രക്കാർ വിസിറ്റേഴ്സ് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ്. അവിടെയുള്ള സെക്യൂരിറ്റിക്ക് അനുസൃതമായിരിക്കുമെന്നതാണ്. അവിടെ സേഫാണ്, ആളുകൾ വന്നു കഴിഞ്ഞാൽ സേഫാണ്, അവർക്ക് സെക്യൂർ ആണോ എന്നുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിരിക്കും. ഇതെല്ലാമാണ് എലമെൻറ്റ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.